അപ്പൊ നമ്മുടെ പപ്പ വണ്ടി തുറക്കുകയാണ്. സോ ഞങ്ങളെല്ലാവരും തൃശ്ശൂർ പോണ വലിയ സ്റ്റേറ്റ് ആണ് കലോത്സവം. സ്റ്റേറ്റ് കലോത്സവമാണ്. സോ അപ്പൊ ഞങ്ങൾ പോവുകയാണ്. 3 മണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 11 മണി, കറക്റ്റ് 11 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഇരുന്നായിരുന്നു. എല്ലാം വളരെ എന്താ പറയാ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രതീക്ഷിച്ചു പെട്ടെന്ന് നടന്നില്ല. അപ്പോൾ തൃശ്ശൂർ പോണ ഒരു കുറെ നാളായാലും വ്ളോഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഇട്ടു. സോ അപ്പൊ നമ്മൾ പോവുകയാണ്. ഗൈസ്, അപ്പൊ ഞാൻ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം, അല്ലെ യാത്രയിലേക്ക് കിടക്കാമെന്ന് ചോദിച്ചു. നിങ്ങള് ഇപ്പൊ വന്നിരിക്കുന്നത് ശരവണ ഹോട്ടലിലാണ്. നമ്മള് ഹായ് മമ്മി, നോക്കൂ ഇങ്ങോട്ട്. ഹായ് പറയോ പ്ലീസ്. ഓക്കെ ഗൈസ്, ഈ പാട്ട് ഇപ്പം ട്രെൻഡ് ചെയ്യും. സോ അതുകൊണ്ട് മെയിൻ കാര്യം സോ ഗൈസ്, അപ്പം ഞാൻ മസാല ദോശങ്ങളെല്ലാം മസാല ദോശയാണ് പറഞ്ഞത്. അതൊക്കെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ മസാല ദോശയും കോഫിയും സൂപ്പറാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Okay guys, food, any words about that? Yeah, I can. Look at this, dipping guys, super. അതാണ് കഴിക്കാൻ നമുക്ക് പൂരി. അത് ചോല ബട്ടൂരി അല്ലേ? ആണോ? സോഫ ഒന്നുമില്ലല്ലോ. കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ്. സൂപ്പർ ഫുഡ്സ് ആൻഡ് എന്താ പറയാ, നിങ്ങളുടെ വിശേഷങ്ങൾ കാണുന്ന 2 മലകളാണ് നമ്മുടെ കുറുവരും കുറുവത്തിയും. അതെ, നല്ല ഭംഗിയുണ്ട്. എല്ലാരും കുറെ ആൾക്കാരൊക്കെ ഇതൊക്കെ കാണാനായിട്ടാണ് വരുന്നത്. നമുക്ക് വേറെ വ്ലോഗല്ലേ, നല്ല രസം. 2 ദിവസം താഴെക്കണ്ടല്ലോ, ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. ഗൈസ്, നേരിമംഗലാണ് സ്ഥലം. അയ്യോ, തകർന്നു പോയി, ഛർദിച്ചു. ഇനി ഛർദിക്കത്തില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈസ്, തിരിച്ച് വണ്ടി കയറാൻ പോവാണ്. ഭയങ്കര ടയേർഡായി. ഇപ്പൊ സമയം 1:45 നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ ഛർദിലും എല്ലാവരും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറെ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. സോ പോവാം. അതിനിടയ്ക്ക് റോഡ് പണിയും കൂടെ, അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല. കണ്ടില്ലേ? ഓ പച്ചേ, അത് ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. പക്ഷെ വിശക്കുന്നില്ല. ഇത് ആഴ്ചയുടെ ബുദ്ധിയാണ്. അതല്ലേ, വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര ചൂടാണ് ഇപ്പൊ. ഊന്നല് അല്ലെ ആയിട്ട് ഭയങ്കര ചൂടാണ്. അപ്പം തൃശ്ശൂരൊക്കെ ആകുമ്പോ ഉള്ള അവസ്ഥ ആലോചിക്കാനും വയ്യ. AC ഇല്ല, ഒരു ഇതും ഇല്ല. കണ്ടില്ലേ, വെയിലൊന്നും. അതെ, നമുക്ക് എല്ലാ റൈസ് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ
നമുക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല. ഒന്നാട് മുഖം നിറച്ച്. അപ്പൊ ചൂടത്ത് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ പോവാണ്. കണ്ടു മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഒന്നുമില്ല, മേക്കപ്പ് എല്ലാം പോയിട്ടുണ്ട്. അതെല്ലാം ഒലിച്ചു പോയി. ആരുതാമയൊക്കെ ഇട്ട് പുട്ടിയെല്ലാം അടിച്ചപ്പോ അതൊന്നും മുഖത്തില്ല. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. വേദമൊക്കെ ചത്തിരിക്കുകയാണ് അവിടെ. ഞങ്ങൾ മാത്രമല്ല, കുറച്ചെങ്കിലും ഒക്കെ ഒരു ഓറ അവിടെ ഉള്ളൂ. അവരൊക്കെ ഫുൾ ഉറക്കമാണ്. എന്റെ പൈനാപ്പിൾ വന്നു. ഞാനൊന്ന് കുടിക്കട്ടെ. അയ്യോ അത് അയ്യോ ഞാൻ മഴവിൽ തങ്കാമേ നീയൻ സ്വന്തമേ. മധുരിട്ട് തരുമോ? എനിക്ക് മധുരം വേണം. എനിക്ക് മധുരം വിശക്കുന്നു. എന്നാലും അതെ അതെ എന്ത് ചെയ്യാൻ എന്നെ എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ വീഡിയോ കാണിക്കുന്നത്? കാരണം ഇമാതിരി ചളി. പിന്നെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് നോക്കി. നിങ്ങളൊന്നും പറ. എനിക്ക് അതിന് കൂട്ട് ബിരിയാണി ഉണ്ടെന്നാണ്. ബിരിയാണി കടയിൽ ഇവര് പറഞ്ഞു ബീഫ് ബിരിയാണി കൊള്ളത്തില്ലായിരിക്കും, ചിക്കൻ ബിരിയാണി നല്ലത്. ഓക്കെ, അങ്ങനെ പറയുന്നു. എന്റെ മനസ്സ് പറയുന്നു ഗൈസ്. അല്ലേ, ബീഫ് ബിരിയാണി കൊള്ളത്തില്ലെന്ന് എന്റെ മനസ്സ് പറയുക. ചിക്കൻ കഴിക്കാൻ തോന്നി. ഏത് പറഞ്ഞത് ശരിയാവോ നമുക്ക് നോക്കാം. അതെ, എന്തുകൊണ്ട് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു? നീ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞല്ല നീ ചെയ്യുമോ? ഞാൻ പറഞ്ഞല്ല നീ ചെയ്യുമോ? അല്ല, അതെന്താ ഞാൻ ഓർഡർ ചെയ്ത എല്ലാം കൊളാവാറേ ചെയ്യാറുള്ളൂ. അമ്മ എന്താ ഓർഡർ ചെയ്ത്? ഓർഡർ ചെയ്തെന്താ? എന്തുകൊണ്ടാ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു? ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു? എനിക്ക് ബീഫ് മതി, അതുകൊണ്ട് ഞാൻ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. ഏത് പറഞ്ഞു വേദിന്റെ മനസ്സിൽ തോന്നുന്നു ബീഫ് ബിരിയാണി കൊള്ളത്തില്ല? കഴിച്ചാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. കഴിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ബിരിയാണി എത്തിയിരിക്കുകയാണ്. വേറെ എല്ലാം ബിരിയാണി എത്തിയിട്ടുണ്ട്. വി ക്യാൻ ട്രൈ ഇറ്റ്. ചള്ളാസൊന്നും കിട്ടില്ലല്ലോ. റിയലി കൊള്ളാൻ കഴിയും. സൂപ്പർ റിയലി. വേദു നിന്റെ എല്ലാം തെറ്റി കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ മുൻഭാഗമാണോ പിൻഭാഗമാണോ ഒന്നും അറിയത്തില്ല. അതെ, മുൻഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് എല്ലാം ഇപ്പൊ ഞാൻ ഇങ്ങനെ വെച്ച് എനിക്ക് എടുക്കാൻ പറ്റുമോ?